സോ ബിഗ് ബോസ് നമ്മൾ സീസൺ 8 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. 11ാമത്തെ ആഴ്ച കഴിഞ്ഞു. 12ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്ക് ബിഗ് ബോസിൽ നടന്നു കഴിഞ്ഞു. ലൈവിൽ എത്തിയിട്ടില്ല. അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ആഴ്ചത്തെ 11ാമത്തെ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ടുള്ള പവിത്ര, അതുപോലെ തന്നെ മുത്തു, ജെഫ്രി എന്നിവരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നത്. അപ്പം പ്രമോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പ്രേക്ഷകരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ഒരു ടാസ്കിൽ എന്താണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുത്തു കുറച്ചായിട്ട് കുറച്ച് പാർഷ്യാലിറ്റിയും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയും കളിച്ച് അനാവശ്യമായ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. അനാവശ്യമായിട്ട് നല്ലവനായിട്ട് നടിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തി പ്രേക്ഷകർക്കിടയിലേക്ക് നല്ലവനല്ലെന്നുണ്ടെങ്കിൽ ഗീവ് അപ്പ് ചെയ്ത് കൊടുക്കും, ക്യാപ്റ്റൻ ആകാത്തവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഒഴിഞ്ഞു മാറി കൊടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യിക്കാൻ വേണ്ടി പല കാര്യങ്ങളും മുത്തു ചെയ്യുന്നുണ്ട്. ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ. അത് തന്നെയാണ് ക്യാപ്റ്റൻസി ടാസ്കിലും നടന്നിരിക്കുന്നത്. ഇവിടെ ജെഫ്രിയും അതുപോലെ തന്നെ പവിത്രയും ഉണ്ട്. പവിത്ര ഇതുവരെയും ക്യാപ്റ്റൻ ആയിട്ടില്ല. അതിനുവേണ്ടി മുത്തു സ്വയം വിട്ടുകൊടുക്കുന്നു. ആ ഒരു ടാസ്കിനിടയിൽ സ്വയം തോറ്റു കൊടുക്കുന്നു. കാരണം ജെഫ്രിക്ക് എതിരെ കളിക്കുകയും പവിത്ര വന്നു കഴിയുമ്പോൾ അതിൽ തോറ്റു കൊടുക്കുകയും ചെയ്യുന്നു. അതിനെതിരെ ബിഗ് ബോസിന്റെ ശക്തമായ പ്രതികരണം തന്നെയായിട്ടിരിക്കുന്നു. മുത്തുവിനെതിരെ ശക്തമായ നടപടികളും അതുപോലെ തന്നെ ശക്തമായി മുത്തുവിനെ റോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് പോലും റദ്ദ് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നോമിനേഷൻ ഫ്രീ കാർഡ് കഴിഞ്ഞ ഒരു ആഴ്ച കൊടുത്തിരുന്നു. നമ്മുടെ ഈ ഒരാഴ്ചത്തെ പെർഫോമൻസിനനുസരിച്ച് ഒരു നോമിനേഷൻ ഫ്രീ കാർഡ് വന്നിരുന്നു. അതിനും എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ, അത് ക്യാൻസൽ ചെയ്യുകയോ കാര്യങ്ങളോ എന്തൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടില്ല. പക്ഷെ ആ ഒരു പ്രൊമോയിൽ പറയുന്നുണ്ട് അതങ്ങനെ വന്നു കഴിഞ്ഞാൽ റയാന് കൊടുത്തിരിക്കുന്ന ആ ഒരു നോമിനേഷൻ ഫ്രീ കാർഡ് അടക്കം മിക്കവാറും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും മുത്തുവിന്റെ ഒരു ചെറിയ രീതിയിലല്ല, അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്യുന്നത്, പലർക്കും വേണ്ടി പാർഷ്യലായിട്ടും അല്ലെങ്കിൽ ഒരു ഗെയിം ഒക്കെ വരുമ്പോൾ ബിഗ് ബോസ് പലതവണ ഈ ഒരു സീസണിൽ വാൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് കളിക്കുക, പ്രോപ്പറായിട്ട് ഗെയിമിനെ ഗെയിമായിട്ട് കണ്ട് അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ. എന്നാൽ അതൊന്നും നോക്കാതെ അവർ ഗ്രൂപ്പിസവും അല്ലെന്നുണ്ടെങ്കിൽ പാർഷ്യാലിറ്റിയും പലർക്കും വേണ്ടിയും വിട്ടുകൊടുത്തും ഒക്കെ നല്ലവനായിട്ട് സിമ്പതിക്ക് വേണ്ടിയൊക്കെ കളിച്ച് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാണിച്ച് മുത്തുവിന് അത് ശരിക്കും ആവശ്യം തന്നെയായിരുന്നു. ഓവർ ആകുന്നുണ്ട് കുറച്ച് ഡേയ്സ് ആയിട്ട്. അതിനുവേണ്ടി അത്യാവശ്യം റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ്. മിക്കവാറും വീക്കെൻഡിൽ വിജയ് സേതുപതിയും വന്ന് നല്ല രീതിയിൽ കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പം അതിനൊക്കെ പ്രേക്ഷകർക്കെല്ലാം കാത്തിരിക്കാവുന്നതാണ്. എന്തായാലും മുത്തുവിന്റെ ഈ ഒരു പ്രവൃത്തിയോട് നിങ്ങൾ പ്രേക്ഷകർ എന്തൊക്കെയാണ്, നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, നിങ്ങൾക്കത് ശരിയായി തോന്നിയോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്ക് മിക്കവാറും സൺഡേ നടന്ന് നമുക്ക് മൺഡേ ആയിരിക്കും കാണാൻ സാധിക്കുക. അതിൽ ആരായിരിക്കും വിജയിക്കുക എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. നിലവിൽ ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് വെച്ച് ഈ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്ക് ഈ ആഴ്ച നടത്തിയത് നിലവിൽ ബിഗ് ബോസ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതിൽ പവിത്രയാണ് ശരിക്കും വിന്നായിട്ടുള്ളത്. ബട്ട് അതൊരു വിട്ടുകൊടുക്കലായതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ബിഗ് ബോസ് ക്യാൻസൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ നോമിനേഷൻ ഫ്രീ കാർഡിലും ചില റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അതും ക്യാൻസൽ ചെയ്തതായിട്ടാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ചത്തേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്തു എന്നും കൂടിയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഒരു റിപ്പോർട്ട്, ക്യാപ്റ്റൻസി ടാസ്ക്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് സാറ്റർഡേ സൺഡേ എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.